ബീഹാറിലെ PM ആവാസ് യോജന പദ്ധതി പ്രകാരമുള്ള വീടുകൾ കണ്ടാൽ അമ്പരപ്പാണ് ഉണ്ടാവുക. കേരളത്തിൽ ലൈഫ് മിഷൻ വഴി മികച്ച വീടുകൾ ലഭിക്കുമ്പോൾ ബീഹാറിലെ സാധാരണ ആളുകൾക്ക് വീട് ലഭിക്കാൻ കൈക്കൂലി ഉൾപ്പെടെ നൽകിയ ശേഷം തുച്ഛമായ പണമാണ് ലഭിക്കുക. സ്വന്തമായി പണം കണ്ടെത്തി വേണം വീടെന്ന സ്വപ്നം ഇവർക്ക് പൂർത്തിയാക്കാൻ. ബെഗുസാരൈ ജില്ലയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നൽകിയ വീടിന്റെ മുന്നിലാണ് നമ്മളുള്ളത്. ഇത്തരത്തിൽ വീണ്ടും മുന്നിൽ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പേരിൽ തന്നെയാണ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം 2 ലക്ഷം രൂപ അനുവദിച്ചു എന്നതും ആ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലും ഈ ലൈഫ് മിഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ബോർഡ് സ്ഥാപിക്കണമെന്ന നിബന്ധന തന്നെയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. അതോടൊപ്പം നമ്മൾ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ 2 ലക്ഷം അനുവദിച്ചെങ്കിലും അതിൽ നിന്നും വലിയൊരു തുക അധികൃതർക്ക് നൽകേണ്ടി വന്നു. അതിനുശേഷം നിർമ്മിച്ചതാണ് ഈ വീട്. ഇപ്പോഴും പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇവരൊക്കെ തന്നെ നമ്മളോട് പറയുന്നത്. ഇപ്പോഴും ആ ഒരു വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. എന്തായാലും പ്രധാനമന്ത്രി ആവാസ് യോജന ഭവനങ്ങളൊക്കെ കാണുമ്പോഴാണ് എന്തുകൊണ്ട് കേരളത്തിൽ ലൈഫ് മിഷൻ വ്യത്യസ്തമാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ബെഗുസാരയിൽ നിന്നും ക്യാമറമാൻ സഞ്ജയ്ക്കൊപ്പം വിഷ്ണു തലവൂർ.